എല്ലാവർക്കും നമസ്തേ. ഞാൻ സുനിത ആസ്ട്രോളജറാണ്. ഇന്ന് വൃശ്ചികം രാശിയിലെ 2 നക്ഷത്രക്കാരുടെ ചിങ്ങമാസ ഫലമാണ് പറയാനായിട്ട് പോകുന്നത്. വൃശ്ചികം രാശിയിലെ 2 നക്ഷത്രം വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം അടങ്ങിയതാണ്. ഈ ഒരു മാസം കർമ്മഭാവാധിപതിയായ ഗ്രഹം കർമ്മഭാവത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ, പദവി, ഉത്തരവാദിത്തം, സാമൂഹ്യമായ സ്ഥാനം, ഇതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന സമയമാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ടുള്ള താല്പര്യം കൂടും. എങ്കിലും പെട്ടെന്ന് ജോലി രാജിവെക്കോ ജോലി മാറ്റമോ ഒന്നും അത്ര കണ്ട് അനുകൂലം അല്ല എന്ന് തന്നെ പറയണം. കാരണം കർമ്മഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമല്ലേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സാമ്പത്തികമായ സുരക്ഷയൊക്കെ നമ്മൾ നോക്കി നന്നായി പ്ലാൻ ചെയ്ത ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലോട്ട് പോകേണ്ടതെന്ന് പറയാൻ പറ്റും. ബിസിനസ്സിലൊക്കെ ബിസിനസ് പ്രോഗ്രസ് ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, ബ്യൂട്ടി റിലേറ്റഡ് ജോബ്സ് ചെയ്യുന്ന ആൾക്കാർ, ഫാഷൻ ഡിസൈനേഴ്സ്, ജുവലറി ഡിസൈനേഴ്സ്, ഹോസ്പിറ്റാലിറ്റി, ലക്ഷറി ഉൽപ്പന്നങ്ങൾ, കൺസൾട്ടിങ്, സോഷ്യൽ മീഡിയ, പബ്ലിക് റിലേഷൻ, ഓൺലൈൻ ബിസിനസ്, ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു ബ്രാൻഡൊക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയുന്ന സമയം തന്നെയാണ്. വരുമാന ലാഭം, ബിസിനസ് നെറ്റ്വർക്ക്, പുതിയ ബന്ധങ്ങൾ, സാമൂഹ്യമായ അംഗീകാരം, ഇതിലൊക്കെ വലിയ പുരോഗതി ഉണ്ടാവും എന്ന് തന്നെ പറയാൻ പറ്റും. സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. കൺസൾട്ടിങ്, കമ്മീഷൻ, ഇതിലൂടെയൊക്കെ അധിക വരുമാനം നേടിയെടുക്കാൻ കഴിയും എന്ന് പറയാൻ പറ്റും. വരുമാനമൊക്കെ വർദ്ധിക്കും, പക്ഷേ നമുക്ക് സേവിങ്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. കൂടുതൽ നമ്മൾ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റും. സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ തുക കടം കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയാൻ പറ്റും. ലോഡ്, ഇൻഷുറൻസ്, നികുതി, പാരമ്പര്യ സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധ വേണ്ടിയതാണ്. നിക്ഷേപങ്ങൾ ദീർഘകാല നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും ഊഹ കച്ചവടത്തിലൊക്കെ അതിന്റെ റിസ്ക്കും ബെനിഫിറ്റും മനസ്സിലാക്കി മാത്രം ശ്രദ്ധയോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായി പഠിച്ച ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. കാരണം 5ാമത്തെ രാശിയിൽ ശനിയല്ലേ നിൽക്കുന്നത്. 5ാം ഭാവാധിപതി ബലവാനാണ്. അപ്പൊ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. ഉന്നത വിദ്യാഭ്യാസം, റിസർച്ച് ചെയ്യുന്ന ആൾക്കാര്, ടെക്നിക്കൽ വിഷയങ്ങൾ പഠിക്കുന്നവര്, ലോ, അക്കൗണ്ട്സ്, മാനേജ്മെന്റ് തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലം തന്നെയാണ്. സ്ഥിരമായ പരിശീലനം, സ്ഥിരമായിട്ടുള്ള ഉത്സാഹം, പരിശീലനം, ഹാർഡ് വർക്ക്, ഇതൊക്കെ ഈ സമയത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഈ സമയം വളരെ നല്ലതാണ്. എഴുത്ത്, അധ്യാപനം തുടങ്ങിയ മേഖലയിൽ അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഭാവി, ഇതിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ട സമയം തന്നെയാണ്. ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാവും. വിദേശ യാത്ര, വിദേശ ജോലി, പഠനം, ബിസിനസ്, ഇതിലൊക്കെ ബന്ധപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം വിദേശ ബന്ധമുള്ള ബിസിനസ്സുകൾക്ക് വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റും. പിതാവിൽ നിന്ന് പൂർണ്ണമായ പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിക്കുന്ന സമയം തന്നെയാണ്. അച്ഛന് പുരോഗതി ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഒരു ആത്മീയമായ ചിന്തകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ജ്യോതിഷം, വേദാന്തം, ധ്യാനം, യോഗ, മന്ത്രം തുടങ്ങിയ മേഖലയിൽ താല്പര്യം വർദ്ധിക്കും. അത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ടൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നല്ലൊരു ഗുരുവിന്റെ മാർഗനിർദ്ദേശം ജീവിതത്തിൽ വഴിത്തിരിവായി മാറാൻ സാധ്യതയുണ്ട്. അറിവ് വർദ്ധിക്കുന്നതിനോടൊപ്പം ഭാഗ്യം വളരും എന്ന് പറയാൻ പറ്റും. കുടുംബകാര്യത്തിൽ വ്യക്തമായ ഒരു ആശയവിനിമയം പാലിക്കേണ്ടതാണ്. ബന്ധങ്ങളിൽ പക്വതയും പരസ്പര ബഹുമാനവും വർദ്ധിക്കും. മുതിർന്നവരുടെ പിന്തുണയും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മുതിർന്നവരുടെ പിന്തുണയൊക്കെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. വീട്ടിലെ അസൗകര്യങ്ങൾ കാരണമൊക്കെ താമസ സ്ഥലം മാറുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാധ്യത കൂടുതലാണ്. വാടക വീട് മാറുകയോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുകയോ പുതിയ വീട് വെക്കുകയോ അല്ലെങ്കിൽ പുതുക്കി പണിയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ സ്വന്തം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ വീട് വാങ്ങാനോ സ്വന്തം നാട്ടില് വീട് വാങ്ങാനോ ദൂരദേശത്ത് വീട് വാങ്ങാനോ ഒക്കെയുള്ള വളരെ സാധ്യത ഈ ഒരു സമയത്തുണ്ടെന്ന് പറയാൻ പറ്റും. അമ്മയുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ, കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്നിൽ പ്രത്യേക ശ്രദ്ധ നമ്മൾ നൽകേണ്ട സമയം തന്നെയാണ്. അമ്മയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും തുറന്ന ആശയവിനിമയവും പരസ്പരം സമയം കൊടുക്കും. അമ്മയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യും. അമ്മയുടെ ചില പരിഭവങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മളൊരു എഫർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ മാറ്റങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളും അനുഭവപ്പെടാമെങ്കിലും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. പെട്ടെന്നുള്ള പ്രതികരണങ്ങളും അമിതമായ ആവേശവും ഒഴിവാക്കേണ്ടതാണ്. പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വന്നാൽ ചിലപ്പോൾ പഴയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് വീണ്ടും
ആരെങ്കിലും ഒക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നന്നായിട്ട് ആലോചിച്ച ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങളിൽ സംശയവും അമിതമായ നിയന്ത്രണവും ഒഴിവാക്കേണ്ടതാണ്. പരിക്കുകൾ, വീക്കം, പെട്ടെന്നുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ, പിന്നെ ഇതൊക്കെ ഇതിലൊക്കെ ശ്രദ്ധ വേണ്ടിയതാണ്. വാഹനം ഓടിക്കുമ്പോഴായിരുന്നാലും യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴായാലും വേഗതയും ശ്രദ്ധയും വേണം. അശ്രദ്ധ ഒഴിവാക്കി വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണെന്ന് പറയേണ്ടി വരും. രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്നതിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് വൃശ്ചികം രാശിയിലെ 2 നക്ഷത്രക്കാരുടെ ചിങ്ങമാസഫലം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.